നമസ്കാരം. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഭാര്യാപിതാവിനെ കാണാൻ, ഇത് ഞാൻ പറയുന്നല്ല കേട്ടോ, മാതൃഭൂമി മുതൽ മംഗളം വരെയുള്ള പത്രങ്ങൾ ആരും കാണാതെ ഒതുക്കി നൽകിയ വാർത്തയിൽ നിന്ന് കണ്ടെടുത്തതാണ്. അല്ലാതെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഇനി കേസൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പോകണ്ട, നമ്മളെ കുഴപ്പത്തിലാകണ്ട. അപ്പോൾ ഒന്നും കൂടി പറയാം. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഭാര്യാപിതാവിനെ കാണാൻ ഒരു മരുമകൻ്റെ നിറഞ്ഞ സ്നേഹം പ്രകടിപ്പിക്കാൻ സർക്കാർ ഹെലികോപ്റ്ററിൽ 2 തവണ കൊച്ചിയിലേക്ക് പറന്നതാണല്ലോ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം. അല്ല, അതെല്ലാം മഴക്കെടുതിയാണ് എന്ന് അനുഭവിക്കുന്ന മനുഷ്യർ പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ എല്ലാം ഇടയിൽ മുഖ്യമന്ത്രി അങ്ങനെ പറക്കണമെങ്കിൽ അതിന് ഭയങ്കര പ്രാധാന്യം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ മുഖ്യമന്ത്രി ഭാര്യാപിതാവിനെ കാണാൻ പറന്നുപോയതിൻ്റെ തുടർ ചലനങ്ങൾ പരിശോധിക്കുകയാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് മഴക്കെടുതിയുടെ സമയത്ത് സർക്കാർ സംവിധാനങ്ങളിലെ വീഴ്ച എങ്ങനെയെന്ന് മനോരമയിലെ ചില ലോക്കൽ പേജിലൊക്കെ തപ്പിയാൽ കിട്ടും. മനോരമ ഹെലികോപ്റ്റർ യാത്രാ വിവാദം തൊട്ടിട്ടില്ല കേട്ടോ, അതൊക്കെ അങ്ങ് ഒതുക്കി മാറ്റി. മഴക്കെടുതിയിൽ മുങ്ങിപ്പോട്ടെ എന്ന് വെച്ച് അതങ്ങ് മുക്കിയതാണോന്നും അറിയില്ല. എന്തായാലും മുക്കാൻ പറ്റാത്ത ചില വാർത്തകൾ പ്രാദേശിക പേജുകളിലൊക്കെ ഉണ്ട്. അതായത് ജാഗ്രതാ നിർദ്ദേശം വൈകി എന്ന ഒരു വാർത്ത. പ്രതിഷേധവുമായി മത്സ്യത്തൊഴിലാളികൾ തീരദേശ പാത ഉപരോധിച്ച് കാണാതായവരുടെ ബന്ധുക്കളും രംഗത്തെത്തിയ വാർത്ത. സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നേയില്ല എന്നാരോപിച്ച് മനോരമ വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും അപകടത്തിൽ 4 പേരെ കാണാനില്ലാത്ത വാർത്ത ഒക്കെ നൽകിയിട്ടുണ്ട്. അതൊക്കെ പ്രാദേശിക പേജിലാണെന്ന് മാത്രം. ഇനി മംഗളം അതിതീവ്ര പാളിച്ച എന്നൊരു വാർത്ത മംഗളം കൊടുത്തിട്ടുണ്ട്. മാതൃഭൂമി ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്ര തൃശ്ശൂർ എഡീഷനിലാണ് നൽകിയത്, ഒറ്റ കോളത്തിൽ. പക്ഷേ അത് വലിയ തലവേദനയായി. അതുകൊണ്ട് മാതൃഭൂമി എന്താ ചെയ്തെന്ന് വെച്ചാൽ ആ വാർത്ത, ഹെലികോപ്റ്റർ വാർത്ത കൊടുത്തില്ല, പക്ഷേ മറ്റ് വാർത്തകളിലൊക്കെ ഇതിൻ്റെ ഒരു കൊള്ളിച്ച പ്രയോഗങ്ങൾ വെച്ചിട്ടുണ്ട്, അതൊന്ന് മാറ്റിപ്പിടിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ വിവാദങ്ങളിലൊന്നും പെടാത്ത വാർത്ത ഉണ്ടാവില്ല. ഇപ്പോൾ ഉരുൾപൊട്ടലിന് ഹെലികോപ്റ്റർ വരുന്നത് പോലെയുള്ള ശബ്ദം കേട്ടു എന്നൊരാളുടെ ഒരു അനുഭവസ്ഥൻ്റെ പ്രയോഗം ഹെലികോപ്റ്ററാണല്ലോ. പിന്നൊന്ന് പ്രകൃതി കലിതുള്ളി പൂച്ച രക്ഷകനായി CM എവിടെയോ നടന്നു പോകുന്ന സമയത്ത് പൂച്ച വന്നിട്ട് രക്ഷിച്ചു എന്നാണ് പറയുന്നത്. അതായത് ഉരുൾപൊട്ടലിൻ്റെ ശബ്ദം ഹെലികോപ്റ്ററിൻ്റെ സൗണ്ട് പോലെ ഉണ്ടെന്ന് ഒരാൾ പറയുന്നു. രണ്ടാമത്തെ ആൾ പറയുന്ന വേറൊരു വാർത്ത പൂച്ച രക്ഷകനായി എന്നാണ്. അതായത് മുഖ്യമന്ത്രി ഈ സമയത്ത് ഏകോപിപ്പിക്കേണ്ട സമയത്ത് രക്ഷകനായി പ്രവർത്തിക്കേണ്ട അനുഭവം നമുക്ക് മുമ്പുണ്ട്. അത്തരം അനുഭവം ഇപ്പോൾ ഒരു സാഹചര്യം വന്നപ്പം ഇല്ലാതാവുകയും നമ്മൾ രക്ഷകരില്ലാത്ത അവസ്ഥയാവുകയും ചെയ്യുന്നു. അപ്പോൾ പൂച്ച രക്ഷകനായി എന്നാണ് മാതൃഭൂമിയിലെ വാർത്ത. മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ ഭാര്യാപിതാവിനെ കാണാൻ പോയിരിക്കുകയാണല്ലോ, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് വിരുന്നുണ്ണാൻ പോവുകയാണല്ലോ. അത് ഞാൻ വേറെ പറയുന്നുണ്ട്, അത് ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. എനിക്ക് ഹെലികോപ്റ്ററിൻ്റെ വാർത്ത മംഗളം കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ പറപ്പിച്ച് CPM എന്നാണ്. ഞാൻ ആ വാർത്ത വായിക്കാം. ആ വാർത്തയിൽ സുനിൽ J. സണ്ണി ഇങ്ങനെ എഴുതുന്നു: സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിൽ ചികിത്സയിലുള്ള ഭാര്യാപിതാവിനെ സന്ദർശിക്കാൻ പോയ മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ ശക്തമായ രാഷ്ട്രീയ ആക്രമണവുമായി CPM. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ വ്യക്തിഗത ആവശ്യത്തിനായി പൊതുഖജനാവിന്റെ പണം ഉപയോഗിച്ചു എന്നാണ് പ്രതിപക്ഷ ആരോപണം. മംഗളത്തിലെ വാർത്തയിലെ ആംഗിള്, അതായത് CPM ആണ് മുഖ്യമന്ത്രിയെ പറപ്പിച്ചത് എന്ന ആംഗിള് കോൺഗ്രസ് നേതൃത്വം തന്നെ തള്ളുന്നുണ്ട്. കാരണം CPM ഔദ്യോഗികമായി അത് ഏറ്റെടുത്തിട്ടില്ല എന്നും ഏറ്റെടുത്താൽ മാത്രമേ മറുപടി പറയൂ എന്നും V.T. ബൽറാമിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുറിപ്പ് ഞാൻ വായിക്കാം. V.T. ബൽറാം പറയുന്നത് ഇങ്ങനെയാണ്: സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ ഏതെങ്കിലും തരത്തിൽ ദുരുപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ എന്നെ സോഷ്യൽ മീഡിയയിൽ ട്രോളുകയല്ല വേണ്ടത്. മൂപ്പരുടെ പഴയ ഹെലികോപ്റ്ററിൻ്റെ സാധനം എടുത്തിട്ട് ട്രോൾ ചെയ്ത് നാട്ടിലെ പ്രതിപക്ഷം ഉത്തരവാദിത്തോടെ അതിനെതിരെ വിമർശനം ഉന്നയിക്കണം. സർക്കാരിനെ അക്കൗണ്ടബിൾ ആക്കുക എന്നതാണ് അവരുടെ ഉത്തരവാദിത്തം. കാറും ബംഗ്ലാവും പരിവാരങ്ങളും ഒക്കെ അനുവദിച്ച് ക്യാബിനറ്റ് റാങ്കിൽ പ്രതിപക്ഷ നേതാവിന് വെച്ചിരിക്കുന്നത് ഇതിനൊക്കെ വേണ്ടിയാണ്. ഹെലികോപ്റ്റർ വിഷയത്തിൽ ഉത്തരവാദിത്തത്തോടെ വിമർശനം ഉന്നയിക്കാൻ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കടന്നു വരട്ടെ, സർക്കാർ അതിന് മറുപടി നൽകട്ടെ. ശരിക്കും അതാണല്ലോ രസം എന്നാണ് V.T. ബൽറാം പറയുന്നത്. ദേശീയ തലത്തിൽ BJP പയറ്റുന്ന ഒരു തന്ത്രമാണിത്. അതായത് BJP ഒരു കുഴപ്പത്തിൽപ്പെടുമ്പം ജനം ഒരു പ്രതിഷേധമായി ഇരച്ചെത്തുന്ന സമയത്ത്, ഉദാഹരണം ജന്തർ മന്ദിർ സമരം ഉണ്ടാകുന്ന സമയത്ത്, അതുപോലത്തെ സമരങ്ങൾ ഉണ്ടാകുമ്പോൾ BJP പറയും, BJP വെയിറ്റ് ചെയ്യും. എന്തിനാ? രാഹുൽ ഗാന്ധി പ്രതികരിക്കാൻ. രാഹുൽ ഗാന്ധി പ്രതികരിച്ച് കഴിയുമ്പോൾ രാഹുൽ ഗാന്ധിനെ മുതൽ അങ്ങനെ നെഹ്റു വരെയുള്ള ആളുകളെ ചീത്ത വിളിച്ചിട്ട് ആ പ്രശ്നത്തെ അങ്ങ് മറികടക്കും. ഇതാണ് BJPയുടെ തന്ത്രം. ഇപ്പോൾ ഇവരുടെ പ്രശ്നം V.T. ബൽറാം പറയുന്നതിൽ വ്യക്തമാണ്. അതായത് ജനങ്ങൾ സോഷ്യൽ മീഡിയയിലും പൊതു മധ്യത്തിലും ഒക്കെ ഈ ഒരു പ്രതിസന്ധി സമയത്ത്, മഴക്കെടുതി സമയത്ത് V.D. സതീശൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ എടുത്ത, അല്ലെങ്കിൽ ഭരണകൂടം എന്ന നിലയിൽ എടുത്ത പരിപാടികൾ മുഴുവൻ വീഴ്ചയിലേക്ക് പോയതും ജനങ്ങൾ രക്ഷയ്ക്ക് വേണ്ടി നിലവിളിക്കുന്നതുമായ സമയത്ത് ഈ വിവാദം, ഹെലികോപ്റ്റർ വിവാദം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ജനങ്ങൾ തന്നെ അസ്വസ്ഥമാവുന്ന ഘട്ടത്തിൽ CPM അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പറയട്ടെ എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഉടനെ പ്രതിപക്ഷ നേതാവിൻ്റെ പഴയ സ്വർണ്ണ കള്ളക്കടത്ത് മുതൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഹെലികോപ്റ്റർ യാത്ര വരെ എടുത്തിട്ട് തിരിച്ചടിച്ച് രക്ഷപ്പെടാം എന്നുള്ള ഒരു തന്ത്രമാണല്ലോ. ആ തന്ത്രമാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ പ്രതിപക്ഷ നേതാവാണെങ്കിൽ ഒരു അക്ഷരം മിണ്ടുന്നില്ല. ദേശാഭിമാനിയും ഇന്ന് 1-ാം പേജിൽ തന്നെ വാർത്ത കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമാണ്, CPMൻ്റെ മുഖപത്രമാണല്ലോ. അവർ എത്ര മനോഹരമേ സതീശൻ്റെ ഹെലികോപ്റ്റർ യാത്ര എന്ന് തലക്കെട്ടിൽ മാധ്യമങ്ങളെയാണ് വിമർശിക്കുന്നത്. അതിൽ കുറേ കാര്യവും ഉണ്ട് താനും.
മിൽജിത്ത് രവീന്ദ്രൻ എഴുതുന്നു, ഭാര്യാപിതാവിൻ്റെ സുഖവിവരം അറിയാൻ ഹെലികോപ്റ്ററിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നടത്തിയ യാത്രയുടെ വാർത്ത ആഘോഷിച്ച് മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ്. LDF സർക്കാരിൻ്റെ കാലത്ത് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തതിന് പഴിപറഞ്ഞ മാധ്യമങ്ങളാണ് സതീശൻ്റെ സ്വകാര്യ യാത്ര ആഘോഷിക്കുന്നത്. അമ്മായിയച്ഛൻ്റെ സുഖവിവരം അന്വേഷിക്കാൻ വെള്ളിയാഴ്ച രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് ഹെലികോപ്റ്ററിൽ യാത്ര തിരിച്ചെങ്കിലും കാലാവസ്ഥ മോശമായതിനാൽ കൊച്ചിയിൽ ഇറങ്ങാനാകാതെ തലസ്ഥാനത്തേക്ക് തിരികെ എത്തി. ആകാശം തെളിഞ്ഞപ്പോൾ വീണ്ടും ഹെലികോപ്റ്ററിൽ കൊച്ചിയിലെത്തി ഭാര്യാപിതാവിനെ കണ്ട് തിരുവനന്തപുരത്തേക്ക് മടങ്ങി. വാർത്ത ആഘോഷിക്കുകയല്ല ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു വസ്തുതയാണ്. കാരണം ഈ വാർത്ത ജനങ്ങളുടെയൊക്കെ മുന്നിലേക്ക് വരാതിരിക്കാൻ കഠിന പരിശ്രമം നടത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇത് ആളുകൾ അറിയുന്ന ആൾക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ട് അറിയാലോ. അതുകൊണ്ട് ദേശാഭിമാനിയിൽ ഈ വാർത്തയുടെ ആംഗിൾ തന്നെ കുഴപ്പമുണ്ട്. വാർത്ത ആഘോഷിക്കുകയല്ല മാധ്യമങ്ങൾ ചെയ്തത്, അതിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഈ വാർത്ത എങ്ങനെയെങ്കിലും ആളുകൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കഠിന പരിശ്രമം അവർ നടത്തിയത് എന്നുള്ളതാണ് വസ്തുത. അതിനിടെ ഈ മഴക്കെടുതിയിൽ മുഖ്യമന്ത്രി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട സമയത്ത് വിരുന്നുണ്ട് നടക്കുന്നുണ്ട് എന്ന ആരോപണവുമായി പുതിയ ദൃശ്യങ്ങളും പുറത്തു വന്നു. യൂത്ത് ലീഗ് നേതാവ് ഫൈസൽ ബാഫക്കി തങ്ങൾ ഫേസ്ബുക്കിലിട്ട് ഒരു ദൃശ്യം, നീണ്ട ദൃശ്യങ്ങളുടെ ഒരു നീണ്ട പോസ്റ്റാണ് പുതിയ വിവാദത്തിന് തിരികൊളുത്തിയത്. ബഹുമാനപ്പെട്ട നമ്മുടെ ചീഫ് മിനിസ്റ്റർ വി ഡി സതീശൻ സൗഹൃദ സന്ദർശനത്തിനായി വീട്ടിലെത്തിയപ്പോൾ എന്ന് പറഞ്ഞ് വിരുന്നുണ്ണുന്ന ദൃശ്യങ്ങൾ, അതാണ് അദ്ദേഹം ഫേസ്ബുക്കിലിട്ടത്. ഈ സമയത്ത് സഹായത്തിനായി പലയിടത്തു നിന്ന് ജനം നിലവിളിക്കുകയായിരുന്നു എന്നതാണ് ഒരു വസ്തുത. ബാഫക്കി തങ്ങളുടെ പോസ്റ്റിന് പിന്നാലെ കടുത്ത വിമർശനവുമായി CPM നേതാക്കൾ രംഗത്തെത്തി. വി ഡി സതീശൻ്റെ വിരുന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്ത പൊന്നാനി ടൈംസ് ചാനലിലെ ദൃശ്യങ്ങൾ പങ്കുവച്ച് റഹീം ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പ് അതിനിടെ വൈറലായി. ആ കുറിപ്പ് ഞാൻ വായിക്കാം. ആദ്യം അവിശ്വസനീയമായി തോന്നിയ ദൃശ്യങ്ങളാണിത്. പിന്നെ ഉറപ്പുവരുത്തി വിവിധ ജില്ലകളിലെ ആയിരക്കണക്കിന് നമ്മുടെ സഹോദരങ്ങൾ ദുരന്തത്തിൽപ്പെട്ട് പ്രയാസം അനുഭവിക്കുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ചെലവഴിച്ച നിമിഷങ്ങൾ തന്നെയാണ് ഈ ദൃശ്യത്തിൽ. സംസ്ഥാനം അതീവ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഘട്ടത്തിൽ ജനങ്ങൾക്ക് ആത്മവിശ്വാസം പകരേണ്ടത് മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ഭരണാധികാരികളുടെ പ്രാഥമികമായ ഉത്തരവാദിത്തമാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കൂടിയാണ് മുഖ്യമന്ത്രി. ആ നിലയിൽ മുഖ്യമന്ത്രി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൃത്യമായും കാര്യക്ഷമമായും ഏകോപിപ്പിക്കേണ്ട അടിയന്തര സാഹചര്യമാണ്. എന്നാൽ ഈ ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങളെല്ലാം മാറ്റിവെച്ച് മലപ്പുറം പൊന്നാനിയിലെ ഒരു യൂത്ത് ലീഗ് നേതാവിൻ്റെ വീട്ടിൽ അതിഥിയായി എത്തി വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ സമയം ചെലവഴിക്കുന്നത് അനുചിതവും അനവസരത്തിലും ആയിപ്പോയി. നാട് മുഴുവൻ ഭീതിയിലും ആശങ്കയിലും കഴിയുമ്പോൾ ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങളെക്കാൾ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കും സൽക്കാരങ്ങൾക്കും പ്രാധാന്യം നൽകിയ ഈ നടപടി തികച്ചും അനവസരത്തിലുള്ളതും ജനങ്ങളോടുള്ള വെല്ലുവിളിയും ആണ്. അടിയന്തരമായി മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ച് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം എന്നാണ് റഹീം MP അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ എഴുതിയത് ഈ ദൃശ്യം പങ്കുവെച്ചുകൊണ്ട്. ഇങ്ങനെ അത് ഹെലികോപ്റ്റർ മുതൽ ഈ വിരുന്ന് വരെ എത്തുന്നു. രസകരമായ കാര്യം BJPയുടെ മൗനമാണ്. BJPയുടെ മൗനം എന്തുകൊണ്ടാണ്? VV രാജേഷ് അമേരിക്കയിലേക്ക് എന്ന് ഒരു വാർത്ത ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്, ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, BJPയുടെ മൗനത്തിൻ്റെ അടിസ്ഥാനം കേരളത്തിലെ സമീപകാല രാഷ്ട്രീയം തന്നെയാണ്. ബജറ്റ് പ്രസംഗത്തിൽ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതുപോലെ ഞങ്ങളുടെ പ്രകടന പത്രിക അവർ നടപ്പാക്കുകയാണ്, ക്രെഡിറ്റ് അവരെടുത്തോട്ടെ എന്നാണ് BJPയുടെ മട്ട്. കാര്യം നടന്നാൽ പോരെ. തിരുവനന്തപുരത്ത് BJP കൗൺസിലർ സുഗതന് ക്ലീൻ ചിറ്റ് കൊടുത്ത്, കാപ്പ കേസിൽ അകത്ത് കിടക്കുന്ന സുഗതന് ക്ലീൻ ചിറ്റ് കൊടുത്ത് കോർപ്പറേഷൻ ഭരണം സംരക്ഷിച്ചു കൊടുത്ത ആ സംഭവം മുതൽ PM ശ്രീ വരെ നീളുന്നുണ്ട് ആ രക്ഷാപ്രവർത്തനം. ആ രക്ഷാപ്രവർത്തനം ഇങ്ങനെ നടത്തുമ്പോൾ വി ഡി സതീശൻ്റെ ഈ യാത്രയിൽ അവർ തിരിച്ചും രക്ഷാപ്രവർത്തകരാകണ്ടേ? അതുകൊണ്ട് അവർ ഹെലികോപ്റ്റർ മുതൽ വിരുന്ന് വരെ മിണ്ടാതിരിക്കുന്നു എന്ന് മാത്രം. മറ്റൊരു വിഭാഗം ബുദ്ധിജീവികളും ചാനൽ നിരീക്ഷകരുമാണ്. അവർ ജോൺ ബ്രിട്ടാസിനെ നിലംപരിശാരിയാക്കാനുള്ള കൊടൂര പ്രയത്നത്തിലാണ്. ജന്തർ മന്ദിറിൽ മോദിക്കേറ്റ ക്ഷീണം തീർക്കാനുള്ള കഠിന ശ്രമത്തിലാണ്. അതിനവർ ഏതറ്റം വരെയും പോകും. ബ്രിട്ടാസ് മുതൽ റഹീമിനെ വരെ അണിനിരത്തും. അതുകൊണ്ട് സാധാരണക്കാർ അവരെയൊന്നും പ്രതീക്ഷിച്ച് നിൽക്കേണ്ട കാര്യമില്ല. ഹെലികോപ്റ്റർ യാത്രയും ഭാര്യാപിതാവിൻ്റെ ക്ഷേമാന്വേഷണവും വിരുന്ന് മേശയിലെ പരിപാടികളും എല്ലാം കഴിഞ്ഞ് ഇടക്ക് സമയം കിട്ടുമ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ ജനങ്ങളുടെ രക്ഷാപ്രവർത്തനവും ശ്രദ്ധിക്കണം എന്നൊരു അപേക്ഷയാണ് അവർക്കൊക്കെ ഉണ്ടാവുക. അത് നമുക്ക് ഇവിടെയും പങ്കുവെക്കാം. നമ്മളെ ആകെ നയിക്കുന്നതും ആ പ്രതീക്ഷയാണ്. നന്ദി, നമസ്കാരം.